ഇതിനകത്ത് എന്തൊരു തേങ്ങ ഉണ്ടോ നോക്കാം. ഒരു തേങ്ങയില്ല. സൗണ്ട് കേട്ട് വരുമായിരിക്കും. വന്നില്ലേ നമ്മൾ ഒന്നുകൂടെ വിളിക്കും. പോന്നടാ, ഇത്ര വിട്ട തിരിച്ചു. അപ്പം അങ്ങോട്ട് പോവേ. നമുക്ക് ആ നേരം കൊണ്ട് മറ്റേ ഷെഡ് ഓക്കെ ആക്കാം. ഞാനിവിടെ കടയിലെ വെണ്ടയ്ക്ക സാമ്പാറിൽ പാട്ട്. എന്തായാലും ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഇച്ചിരി കല്ലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പട്ടിയെങ്കിലും അറിയാം. എന്തായാലും ഗ്രാനി പട്ടിയെ മേടിക്കാൻ കാര്യമില്ലേ, അതിനെ കൂടെ തയ്ക്കേണ്ടി വന്നേനെ. എന്തായാലും ഈ സാധനം ഇവിടെ കിടക്കട്ടെ. വേറെ ടപ്പ നമുക്ക് പണിയെടുക്കാം. ഒരു പൊട്ടിയാന്നേ, പ്ലഗ് ഒന്നും ഊരാൻ അറിയത്തില്ല. നമുക്ക് വെറുതെ ഡേ കളയേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൗണ്ട് വെച്ചത്. നമുക്കിനി മറ്റേ വീലും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഓക്കെ ആയെന്ന് തോന്നും. വീലും കൂടെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഈ സംഭവമൊക്കെ ഓക്കെ ആയല്ലോ. പിന്നെ സ്വിച്ച് മണ്ടയ്ക്ക് പോയി നിന്നിട്ട് അതിനായാലും ഇത്രയും ഡേ ബാക്കി കിടക്കുമല്ലേ. അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്, നമ്മൾക്ക് നോക്കാവേ. യു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവരുടെ കോമഡി വലിയ കോമഡി തരമായിരുന്നു ഗ്രാനി. നമുക്ക് കാർ എടുത്തോണ്ടങ്ങ് വിട്ടാലും. ബുഗാട്ടി ഷിറോണ അറിയോ? അയ്യോ തോണ്ട വന്നിരിക്കുന്നോ. ഇപ്പം കണ്ടേ കൊച്ചിപ്പോഴാ നമ്മളെ കണ്ടത്. നമുക്കതങ്ങ് വിടാം അല്ലേ ബായ്. അരേ ബായ് ക്യാ ഹുവാ. ഗ്രാനിയുടെ വീട്ടിൽ ചേമ്പയ്ക്ക. അവർ വരുമോ നോക്കടാ. എന്തായാലും പണിയാണ് വരുന്നത്. ഇവർക്ക് ഈ പിറ്റിയൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പിറ്റിക്കകത്തോട്ട് അടിക്കുന്ന കാണാം. നമുക്ക് സിമ്പിൾ. എനിക്ക് തോന്നിട്ടേ അയ്യോ ചമ്മി എങ്ങനെ ഇരിക്കണം അല്ലേ. നമുക്കിനി മെയിനായിട്ട് ഉള്ളത് മറ്റേ പരിപാടിയും കൂടാണ്. വേഗം ചെല്ലാവേ. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമുക്കിനി വേഗം ഇത് മറ്റേ വീല് വെച്ചാൽ മാത്രം മതി. വേഗം പോയി. ഇവിടെ അങ്ങാണ്ട് കെണി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് ട്രാപ്പ് വെച്ചോടെ ഇവരുടെ ഇന്നത്തോടെ നിർത്തും ഞാൻ. നമ്മളെ ഇപ്പം കളിച്ചതിനകത്ത് ഇതുവരെ മണ്ടയ്ക്ക് കയറിയില്ലല്ലേ. നോ ഇലക്ട്രിസിറ്റിയാ. ഇലക്ട്രിസിറ്റി നമ്മൾ അവിടെ ഓണാക്കിയില്ലല്ലോ. പക്ഷേ അവിടെയും കൂടെ സ്വിച്ച് ഓണാക്കിയായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. കാക്കട കുഞ്ഞേ ഞങ്ങൾ പോവുക. വിഷമം വല്ലതുകൊണ്ടേ പറയണം കേട്ടോ. ചേട്ടനെല്ലാം സെറ്റാക്കി തരാം.
നിങ്ങൾ നോക്കിയോ, നമ്മൾ 16ാമത്തെ മിനിറ്റ് നമ്മളിത് ഫിനിഷ് ചെയ്യും. അയ്യോ 16 അല്ല 17, ആ മിനിറ്റ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോക്കിക്കൂ. ഹൈ വീൽ. നമുക്കങ്ങനെ എസ്കേപ്പ് ആവാൻ നിമിഷങ്ങൾ മാത്രം മതി. നമ്മളിനി 17ാമത്തെ മിനിറ്റിലാണ് നമ്മളിത് എസ്കേപ്പ് ആവേണ്ടത്. ഈശ്വരാ, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയില്ലേ, എൻ്റെ ചലഞ്ചായത്. ഓ അതെൻ്റെ ഓപ്പൺ ആവും, നമുക്കത് വിടാം, അതങ്ങ് നോക്കണ്ട. ഗ്രാനി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വിളിക്കണമല്ലോ. സംഭവം ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഗ്രാനി മറ്റേ മണ്ടയ്ക്ക് പോയി കാണിച്ചില്ല നേരം. ഗൈസ് 17 എന്നുള്ളത് ഞാൻ ഇങ്ങനെ തിരിച്ചെടുത്തേ. ഓ സോറി ഗൈസ്, നമുക്ക് ഇതൊന്ന് ഓണായി വന്നു. ഓക്കെ, നമ്മുടെ ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വേ. എടീ അപ്പം കണ്ട് ഇതെന്നേരം എനിക്ക്. ഓ അരേ ഗ്രാനി വാടി. ഗ്രാനിയുടെ ഒരു കാര്യമേ, നമുക്ക് നേരെ ഒന്ന് മറ്റേ ഗേറ്റ് ഓപ്പൺ ആക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. കണ്ടില്ലേ ഇവിടെ നമ്മളെ? ആ കണ്ടിട്ടുണ്ടേ. മുമ്മയുടെ ഓരോ കാര്യങ്ങളെ, മുമ്മയുടെ ഓരോ ലീലാവിലാസങ്ങൾ. യോ കെണി, ഇവർക്ക് പണ്ട് കെണിക്കച്ചവടം വന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലേ. ഗേറ്റ് ഓക്കെ ഗായ്, സെറ്റായി. നമുക്ക് 18 കഴിഞ്ഞു കേട്ടോ. അവർ വരട്ടെ, അവർ വരുമ്പോൾ നമുക്ക് JK ജസ്റ്റ് കിറ്റിംഗ് ആക്കാം. എന്തിയാടാ അവര്? ഗ്രാനി JK ജസ്റ്റ് കിറ്റിംഗ്. ഗ്രാനിയുടെ കടയില് സേഫ് കീ എടുത്തോണ്ട് നമുക്ക് ഇത് ടെഡി എടുത്തോണ്ട് എസ്കേപ്പ് ആണോന്ന് എൻ്റെ ഒരു ചലഞ്ച് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വേണ്ട, ഉള്ളതും കൂടെ തട്ടിക്കളയടോ. 18ാമത്തെ മിനിറ്റിന് നിമിഷങ്ങൾ മാത്രമൊന്നും പറയത്തില്ല. 18ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് കേസ്. ഗ്രാനിയെ വിളി, നമുക്ക് ഓപ്പൺ ആവാം. ഇതെന്താ പിന്നെ തുറക്കാഞ്ഞേ? അവർ വരട്ടെ. അയ്യോ വേണ്ട കേസ്, നമുക്ക് ഓടാ. ടാറ്റാ പോക്കറ്റി പാറ്റ. ഷോടാ, കഷ്ടം. ശേ, എന്തോ വിചാരിക്കും നാട്ടുകാർ. മോശമായി പോയി അല്ലേ, ചെറുതായിട്ടല്ലേ. ഓ ദയൻറ്റ്, നമ്മളങ്ങനെ എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഇനി 20 മിനിറ്റ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 18 മിനിറ്റൊക്കെ ആ ചലഞ്ച് ഞാനങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടു. സോറി. ഓക്കെ, നമ്മൾ പ്ലേ ക്വിറ്റ്. ഗ്രാനി 3 പ്ലേ. നമുക്കിനി ക്വിറ്റ് ആവാം.